പരസ്പരം പെരുമനടിച്ചുള്ള ജീവിതം നിങ്ങൾക്ക് വിജയമാണെന്ന് കരുതണ്ട എന്ന ആശയത്തെ സൂചിപ്പിക്കുന്ന ഒരു കഥ പറയാം. ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ശിഷ്യന്മാരും ഒന്നിച്ച് ആത്മീയതയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഖുറാസാനിലേക്ക് യാത്ര തിരിക്കുകയാണ്. ശിഷ്യൻ ഈ കഥ പറയുന്നുണ്ട്. ആ രാത്രി വളരെ തണുപ്പായിരുന്നു. എല്ലാവരും കിടന്നുറങ്ങി. ഉറപ്പായതിന് ശേഷം ഉസ്താദ് എഴുന്നേറ്റ് ഒന്നുക്കെടുത്ത് അള്ളാഹുവിലേക്കുള്ള ധ്യാനത്തിലേക്ക് അഥവാ നിസ്കാരത്തിലേക്ക്. ആ നിസ്കാരത്തിൽ ഇങ്ങനെ ഓതുന്നുണ്ട്: അൽഹാകുമുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. പെരുമനടിച്ചുള്ള ജീവിതം ഒന്നും വിജയമല്ല, ഖബറുണ്ട്, അവിടെയാണല്ലോ ജീവിതം എന്നൊക്കെ ആശയം വരുന്ന ഈ ആയത്ത് ഓതിക്കൊണ്ടേയിരുന്നു. നോക്കണം, ആരാണ് മഹാനവറുകൾ? എത്ര വലിയ ആലിമും ആബിദും വലിയുമായിരുന്നു. എന്നിട്ടും അവരുടെ ജീവിതം അങ്ങനെയാണ്. നമുക്ക് ഏതെങ്കിലും ഒരു ലൈലത്തുൽ ഖദർ ആകുന്ന രാത്രിയിൽ ഒന്നും ഉറപ്പില്ല. എന്നിട്ടും ആ രാത്രിയിൽ 2 റക്അത്ത് നിസ്കരിച്ചപ്പോൾ നാം വലിയ ആളാകുകയാണ്. പക്ഷെ മഹാന്മാരങ്ങനെയല്ല, അവരെന്നും കരയുകയാണ്. എല്ലാവരും കരഞ്ഞിട്ടുണ്ട് അവസാനത്തെ 10 റമദാനിന്റെ. നമുക്കും കരയാം. ആ കരച്ചലിന്റെ കണ്ണുനീര് നരകത്തിന്റെ തീ അണക്കാൻ പറ്റും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.